നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 49-ാമത്തെ ശ്ലോകമാകുന്നു. നമുക്കാദ്യം ശ്ലോകം ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഃ ഫലഹേതവഃ. പദച്ഛേദമാണ് നാം ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ദൂരേണ ഹി അവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ഛ കൃപണാഃ ഫലഹേതവഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം നമുക്ക് ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കുക. ഹേ ധനഞ്ജയ, കർമ്മബുദ്ധിയോഗാത് ദൂരേണ അവരം ഹി അതഃ ബുദ്ധൗ ശരണം അന്വിച്ഛ ഫലഹേതവഃ കൃപണാഃ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അല്ലയോ അർജുന, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ, കാമ്യ കർമ്മങ്ങൾ, സമത്വബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ അത്യന്തം നികൃഷ്ടങ്ങളാണെന്ന് അറിയുക. അതിനാൽ എപ്പോഴും സമത്വ ബുദ്ധിയെ ആശ്രയിക്കുക. സമത്വ ബുദ്ധിയിലൂടെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുക. യാതൊരുവരാണോ ഫലത്തെ മാത്രം ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നത് അവർ ശോച്യന്മാരാണ്. ഇതാകുന്നു പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.